ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാത്രി വീഡിയോ ആണ് കേട്ടോ. അതായത് നൈറ്റ് വീഡിയോ ആണ്. കാരണം ഇന്ന് രാവിലെ ഒന്നും വെച്ചിട്ടില്ല എന്നല്ല, നമ്മൾ രാവിലെ ചക്കക്കുരു മാങ്ങ അങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാജേഷേട്ടന് വൈകിട്ടേക്ക് ഒന്നും കറിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എന്നാൽ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടായിട്ട് മുട്ടയൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഉള്ളി സവോള നമ്മളെല്ലാം റെഡിയാക്കിയിട്ട് അങ്ങനെ പച്ചവെള്ളത്തിൽ ഇട്ട് വെച്ചു കേട്ടോ. അല്ലെങ്കിൽ കുനുകുനാന്ന് അരിയുമ്പോൾ നമുക്ക് കണ്ണീരൊക്കെ വരും കേട്ടോ. അപ്പോൾ കരയ്ക്കാൻ വയ്യാന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു, നമ്മൾ ആദ്യം അത് എല്ലാം വൃത്തിയാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇനി അതിന് ബേബിക്ക് കഴിക്കാനൊക്കെ കൊടുത്ത് അവളെ ഒന്ന് കുളിപ്പിക്കുകയൊക്കെ വേണം. കുളിപ്പിക്കുന്നതിന് ശേഷം വേണം ഇനി കഴിക്കാനൊക്കെ കൊടുക്കാൻ. അപ്പോൾ ഇനി എന്തായാലും ഇന്ന് കുളിച്ചിട്ടൊന്നുമില്ല, നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ ചൂടൊക്കെ അല്ലേ, കുറച്ച് വൈകിട്ടൊക്കെ കുളിച്ചാൽ മതിയല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനങ്ങനെ വെയിറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇനി മുട്ട റോസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പ് വേറെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഇനി ബേബിക്ക് കഴിക്കാൻ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ കുറേനെ കൊടുക്കുന്നത് കുറച്ച് കൂടെ നമ്മൾ സെർലാക്കും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ കൊടുക്കാറ്. അപ്പോൾ അവൾ കുറച്ചേ കഴിക്കുള്ളൂ, ഒരു 2-3 സ്പൂണൊക്കെ കഴിക്കുള്ളൂ കേട്ടോ. കൂടുതലൊന്നും കഴിക്കുകയൊന്നുമില്ല. എന്നാലും നമ്മൾ എന്തെങ്കിലും നമ്മൾ വൈകിട്ടാണെങ്കിൽ പകലാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കുട്ടി കഴിക്കേണ്ടേ. ഒരു ദിവസം തന്നെ ഒന്നും കഴിക്കാത്തൊരു ദിവസം ഉണ്ടായി കേട്ടോ. ഒന്നാമത് ഈ ചൂടും കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കാം. അപ്പം നാളെ വെള്ളം മാത്രം അന്ന് കുടിച്ചു അങ്ങനെ ഒരു ദിവസം കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം പിന്നെ രാവിലെ നേരത്തെ കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്തപ്പോൾ കുറച്ച് കഴിച്ചു കേട്ടോ. അങ്ങനെ ഉണ്ടായി ഒരു ദിവസം. അപ്പോൾ ഒന്ന് എന്തായാലും കോറയൊക്കെ റെഡിയാക്കട്ടെ കേട്ടോ. അപ്പോൾ അങ്ങനെ കോറ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കൽക്കണ്ടൊക്കെ എടുത്തുള്ളൂ കേട്ടോ. അപ്പം കുറച്ച് പാലും ഒക്കെ ഒഴിച്ച് അങ്ങനെ റെഡിയാക്കണം. നെയ്യുണ്ട്, ഞാൻ നെയ്യ് ഇപ്പോൾ എന്തായാലും 2 ദിവസമായിട്ട് ഇടുന്നില്ല കേട്ടോ, ചൂടൊക്കെ ഇല്ല എന്നൊക്കെ വിചാരിച്ചിട്ടേ. അപ്പോൾ അങ്ങനെ അവളെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞു, കഴിക്കാൻ കൊടുത്തു. അങ്ങനെ അവളെ ഇതാ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ട് ഇപ്പോൾ അതാ അങ്ങനെ അച്ഛമ്മമാരുടെ അടുത്ത് കളിക്കാൻ അങ്ങനെ ആക്കിയിട്ട് ഇപ്പോൾ ഇനി ഞാനൊന്ന് എന്തായാലും ഒന്ന് ഫ്രഷായിട്ട് വരട്ടെന്നൊക്കെ വിചാരിച്ചിട്ടേ. അപ്പോൾ ഇനി എന്തായാലും വയറ് നിറഞ്ഞ സ്ഥിതിക്ക് ഇനി അവളവിടെ ഇരുന്ന് കളിച്ചോളൂ. അപ്പം ഇനി എന്തായാലും അവളവിടെ കളിക്കട്ടെ കേട്ടോ, നമുക്ക് പോയി ഫ്രഷായിട്ട് വരാം. അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ ഫ്രഷൊക്കെ ആയിട്ട് വന്നു. ഇനി രാജേഷേട്ടനുള്ള നൈറ്റിനുള്ള കറി ഉണ്ടാക്കണം. അപ്പോൾ സവോള ഞാൻ നേരത്തെ തൊലിയൊക്കെ കളഞ്ഞ് വെള്ളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇനി ഇതാ അരിഞ്ഞെടുക്കുകയാണ്. ഇന്ന് പിന്നെ ചെറിയൊരു സൗന്ദര്യപ്പണക്കത്തിലൊക്കെ ആയിരുന്നു. ഉച്ചയ്ക്ക് എന്താ ചോറ് വെന്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്ക് കുറച്ച് ചോറൊക്കെ നല്ല വേവണം കേട്ടോ. അപ്പോൾ ആൾ എന്താ വെന്തില്ല എന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ ചോറ് അമ്മായിയല്ലേ വെച്ചത്. അപ്പോൾ ചോറ് നല്ല വേവുണ്ട്. നമ്മൾ ചിലപ്പോൾ നല്ല വേവുള്ള അരിയായിരിക്കും, ചിലപ്പോൾ ചില അരികളുടെ മാറ്റം കാരണം നമ്മൾ നല്ല വേവിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നമുക്ക് എന്താ കഴിക്കാൻ പറ്റാതാവും. നമുക്ക് കറികളൊന്നും ഒരു യോജിപ്പില്ലാത്ത പോലെയാവും. ഈ ഒരു എന്താ പറയുക, നല്ല വെന്തളിഞ്ഞാൽ നമുക്ക് ചില കറികൾക്കൊക്കെ കൂട്ടാൻ പറ്റില്ലല്ലോ. ആൾക്കൊരു മീഡിയം 3/4 വേണം ചോറിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു, എന്താണ് ഒന്നാ പിന്നെ അങ്ങനെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങോട്ട് ചൂടായിട്ടോ. ആൾ പിന്നെ കുഴപ്പമില്ല, എന്നാലും ആൾ കഴിച്ചു കേട്ടോ ഉച്ചയ്ക്ക്. അപ്പോൾ അങ്ങനെ ഇതാ അമ്മായി കഴിക്കാൻ വേണ്ടി അതാ റെഡി വേണം. അപ്പോൾ അമ്മായിക്ക് ഞങ്ങൾക്ക് ഉള്ളത് എന്തായാലും ചക്കക്കുരു മാങ്ങ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി വേണമെങ്കിൽ അതും കൂട്ടി കഴിക്കും. അപ്പോൾ ആൾ ഇന്നിപ്പോൾ ഇനി വൈകിട്ടേക്ക് വരുമ്പോഴത്തേന് എനിക്ക് ഇന്ന് മുട്ട റോസ്റ്റ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മുട്ടയൊക്കെ മേടിച്ച് കൊണ്ടുവന്നു, തക്കാളിയൊക്കെ മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതാ സവോള അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സവോള കുനുകുനാന്നൊക്കെ അരിയുമ്പോൾ കണ്ണിന്ന് വെള്ളമൊക്കെ വരുമായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം വെള്ളത്തിലിട്ട് വെച്ചത് കേട്ടോ സവോള. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താണെന്നറിയോ, അപ്പോൾ അതിൻ്റെ ഈ ഒരു നീരൊക്കെ അങ്ങനെ ഇതായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഇത് വരില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ സവോള അരിഞ്ഞെടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അരിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫാമിലി വ്ളോഗാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കണം കേട്ടോ. പിന്നെ പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും ഫ്രണ്ട്സിനും അതുപോലെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തിട്ടും ഒക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുതേ. എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ. എന്നാലാണ് നമ്മൾ എപ്പോഴും ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ അരിഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മുടെ വെട്ടത്തിൽ കുറവുണ്ട് കേട്ടോ. വെട്ടം കുറവ് അടുക്കളയിലേയും വെട്ടം കുറവല്ല, കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കരിയൊക്കെ പിടിച്ചതിന് കാരണേ. അപ്പോൾ നമുക്കിങ്ങനെ ലൈറ്റിൻ്റെ ഒരു ചെറിയ പ്രശ്നമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഗ്യാസിൽ തന്നെ വെക്കുന്നത്. ഇനിയിപ്പോൾ എന്തായാലും പുറത്തൊന്നും പോകുന്നില്ല. അപ്പോൾ ഗ്യാസിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് പിടിച്ചാൽ ചിലപ്പോൾ ചട്ടിയിൽ പിടിച്ച കിട്ടില്ല കേട്ടോ, ചിലപ്പോൾ വഴുതി പോവാറുണ്ട് കേട്ടോ. അപ്പോൾ എന്നാലും വേണ്ടില്ല ഞാൻ അതന്നെ പിടിച്ചു. അങ്ങനെ നമുക്ക് എന്താ പറയുക, ഇതിന് ഇങ്ങനെ പിടിച്ച് ഇതാക്കുന്നവരുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അത് പിടിച്ചിട്ട് അങ്ങനെ എണ്ണയൊക്കെ തൂവി കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ സവോളയും പച്ചമുളകും, ആദ്യം സവോളയും പച്ചമുളകൊക്കെ ഒന്ന് വാട്ടിയെടുക്കട്ടെ കേട്ടോ. വാട്ടിയെടുത്തിട്ട് വേണം നമുക്ക് അടുത്ത പരിപാടികൾ തുടങ്ങാൻ. ഇനി മുട്ട എന്തായാലും ഇനി വേവിക്കണം, മുട്ട വേവിക്കുകയൊക്കെ വേണ്ടേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ രാത്രി എന്നൊക്കെ പറയുന്നത് കേട്ടോ. കാരണം മഴയൊക്കെ കുറവായതുകൊണ്ടേ
ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളും കേട്ടോ. ചൂട് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. മോൾക്കാണെങ്കിലും പകലും ഉറക്കല്ല. അങ്ങനെ അതാ സവോളയൊക്കെ ഇട്ടു. അപ്പോൾ അതാ തക്കാളിയൊക്കെ നുറുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാനൊരു 3 കോഴിമുട്ട കേട്ടോ. അപ്പോൾ ഇത് വെള്ളം ചൂടായി വരുമ്പോഴത്തേന് കോഴിമുട്ട ഇട്ടിട്ടില്ലെങ്കിൽ എന്താ ചിലപ്പോൾ ഇങ്ങനെ തള ഇങ്ങനെ പൊന്തിയ സമയത്ത് നമ്മൾ ടട്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ അതങ്ങനെ പൊട്ടിപ്പോകും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ തക്കാളിയും സവോളയൊക്കെ നല്ല വഴണ്ട് വന്ന് അങ്ങനെ പച്ചമുളക് കുറച്ച് ലേറ്റായിട്ട് ഇട്ടു. പിന്നെ ഞാൻ കുറച്ച് ഒരു നുള്ള് മല്ലിപ്പൊടി ഇട്ടു, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് മല്ലിപ്പൊടി ഇട്ടു കേട്ടോ. അപ്പോൾ നല്ല എണ്ണയിൽ ഇങ്ങനെ നല്ല വാട്ടിയെടുത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ മുട്ട റോസ്റ്റൊക്കെ റെഡിയായി നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ രാജേഷ് ചേട്ടൻ തന്നെ കഴിക്കുന്നത്. ബാക്കി എല്ലാവരും കഴിച്ച് എല്ലാവരും കിടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ മെല്ലെ കഴിക്കാനൊക്കെ തുടങ്ങിയത്. ധനി ബേബി എന്തായാലും ഉറങ്ങാൻ കുറച്ച് വൈകും ഇനിയിപ്പോൾ എന്തായാലും. അപ്പോൾ അങ്ങനെ അവളെ കുളിപ്പിച്ചൊക്കെ നേരത്തെ റെഡിയാക്കിയോണ്ട് അവളിനി കുറച്ച് നേരം ഇങ്ങനെ കളിച്ചുകൊണ്ടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നുള്ളിപ്പെറുക്കി വല്ല മുന്തിരിയോ അല്ലെങ്കിൽ നമ്മൾ ബേക്കറി എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വെറുതെ അവളുടെ കയ്യിലൊന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവളങ്ങനെ അത് കടിച്ചു പിടിച്ചുകൊണ്ട് അങ്ങനെ കളിച്ചുകൊണ്ടേ നടക്കൂട്ടോ. പിന്നെ അച്ഛമ്മമാരെ എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് അവളിങ്ങനെ കുറച്ച് നേരം നടന്നോളൂ. അങ്ങനെ ചിലപ്പോൾ ഒക്കെ വഴുകും, നല്ല വഴുകും കേട്ടോ. നമ്മൾ കിടക്കാനൊക്കെ ഇട്ട് ചിലപ്പോൾ 1 മണി വരെയൊക്കെ ആൾ കളിച്ചുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ ഉറക്കം വരാത്തതുകൊണ്ടായിരിക്കും, കാലാവസ്ഥയുടെയും കാര്യങ്ങൾ ചൂടും അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടൊക്കെ ആയിരിക്കും കേട്ടോ. അവൾ കിടക്കാനൊക്കെ ചിലപ്പോൾ നല്ല വഴുകും. അപ്പോൾ നമ്മളും കൂട്ടത്തിൽ നമ്മളും ഉറക്കഴിക്കല്ലേ. അപ്പോൾ രാവിലെയൊക്കെ എണീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ ഞങ്ങൾ മുട്ട റോസ്റ്റൊക്കെ ആയിട്ട് ഞാനും രാജേഷനും ചോറൊക്കെ കൊണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇനി ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി പാത്രങ്ങളൊക്കെ അല്ലേ പെറുക്കി പിടിച്ച് എന്നിട്ട് വേണം കഴുകിയിട്ട് വേണം കിടക്കാൻ. അപ്പോൾ കുഞ്ഞു കുട്ടികൾ എന്ത് ചെയ്യണം കേട്ടോ, ചോറുണ്ണുമ്പോൾ ഫോൺ കണ്ടിട്ടാണ് ചോറുണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുകയും ചെയ്തു ഫോണൊന്ന് ഓഫ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെന്തായാലും അത് ഫോൺ കാണാനും TV കാണാനും നമ്മൾ അതിലേക്ക് ശ്രദ്ധിച്ചിട്ടല്ലേ ഭക്ഷണം കഴിക്കുക. അപ്പോൾ അത് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അതൊന്ന് മാറ്റി വെക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ അങ്ങനെ അതാ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. അങ്ങനെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വെക്കട്ടെ. ഇനിയിപ്പോൾ അപ്പോഴേക്കുള്ള പാത്രങ്ങൾ അപ്പോഴേയാണ് മോറി കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പാത്രങ്ങളുണ്ടാവും. എന്തായാലും ലാസ്റ്റ് നമ്മളല്ലേ കഴിക്കാനൊക്കെ ഇരുന്നത്. അപ്പോൾ എന്തായാലും കുറച്ചധികം പാത്രങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ കറികളാക്കിയ പാത്രങ്ങളും പിന്നെ അതേപോലെ നമ്മുടെ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ ആയിട്ടൊക്കെ എല്ലാതും ഉണ്ടാവും കേട്ടോ കുറച്ചധികം. അപ്പോൾ ഇനി അതെല്ലാം ഒന്ന് മോറി വെച്ചിട്ട് വേണം നമുക്ക് കിടക്കാൻ കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് ലേറ്റൊക്കെ ആയി നമ്മുടെ പണികളൊക്കെ ഒരുങ്ങി വന്നപ്പോഴത്തേനും കേട്ടോ. അപ്പോൾ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കഴിഞ്ഞ നമ്മൾ ലൈവ് ചെയ്തതിലൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് നമുക്ക് റെക്കമെൻഡേഷനും കാര്യങ്ങൾ നമ്മൾ ചേച്ചി കാണാമെന്നൊക്കെ പറഞ്ഞു നമ്മൾ അങ്ങനെ ഒരുപാട് പേര് നമുക്ക് മെസ്സേജും ഇടാറുണ്ട് കേട്ടോ. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം ലൈവിൽ വന്ന് സബ് ചെയ്തതാണ് ചേച്ചി അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എല്ലാവരും മെസ്സേജൊക്കെ ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാനൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എന്ന് പറഞ്ഞാൽ ഫാമിലി വ്ളോഗാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ പിന്നെ കഴിഞ്ഞ പുതിയ മെമ്പർ ഉണ്ടായിരുന്നു ഷീജ ചേച്ചി പറഞ്ഞായിരുന്നു ഫാമിലിയെ പറ്റിയൊന്നും അറിയില്ല. അപ്പോൾ ചേച്ചി നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നു ചോദിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാ ചേച്ചിമാർക്കും നമ്മുടെ സ്നേഹാന്വേഷണം പറയുകയാണ്. ഒരുപാട് നമ്മുടെ ചേച്ചിമാർ അതുപോലെ തന്നെ ചേട്ടന്മാർ അനിയന്മാർ അനിയത്തിമാരൊക്കെ ഒരുപാട് പേരിട്ട് നമ്മുടെ വീഡിയോസ് കാണാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. നമ്മുടെ ഒരു സ്നേഹം എന്ന് പറയുന്നതൊക്കെ തന്നെയല്ലേ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഇനിയും കാണണം. അപ്പോൾ ഞാൻ പാത്രം കഴുകിയെടുക്കുമ്പോൾ എന്തായാലും കുറച്ചധികം പാത്രങ്ങൾ കഴുകിയെടുക്കാനുണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടേ അപ്പോഴാണ് അങ്ങനെ അയ്യോ ധോനി ബേബിക്ക് കഴിക്കാൻ കൊടുത്ത പാത്രം കഴുകി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ പിന്നീടാണ് ഓർത്തത്. ഞാൻ അങ്ങനെ അവൾക്ക് കഴിക്കാൻ കൊടുത്തിട്ട് ഞാൻ അങ്ങനെ ഡ്രസ്സ് കൊടുത്തിട്ട് അങ്ങനെ ഫ്രഷ് ആവാൻ അങ്ങനെ പോവുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയെന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ടാറ്റാ ബൈ ബൈ.